Hello guys, today we are moving to the topic compaction of the soil. Okay, first we can move to the definition of compaction. It is the process of increasing soil density by decreasing air volume, but the water content remains same. അതായത് കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സോയിൽ മാസ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് എന്ന് പറയാം. അപ്പൊ ഈ ഒരു സോയിൽ മാസിന്റെ അകത്തുള്ള വോയിഡ്സിലെ എയറിനെ എക്സ്പെൽ ഔട്ട് ചെയ്ത് സോയിലിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമുക്ക് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. And this compaction is measured in terms of dry unit weight, water content and compactive effort. So ഈ compactive effort എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്, നമ്മൾ എത്രമാത്രം ഫോഴ്സ് അല്ലെങ്കിൽ ഏത് മെത്തേഡ് കൊടുത്താണ് ഈ ഒരു വോളിയം നമ്മൾ ഡിക്രീസ് ചെയ്യിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടൊരു ഇമേജ് ആ ഒരു സ്ലൈഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു സോയിലിൻ്റെ 3 ഫേസ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇമേജ് ലൂസ് സോയിലിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ലൂസ് സോയിലിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? സോളിഡ് ഉണ്ട്, ആ സോളിഡിൻ്റെ ഇടയ്ക്കുള്ള വോയിഡ്സിൽ വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ എയറും ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ ബൈ എനി മെത്തേഡ് ആ മെത്തേഡ് നമ്മൾ പഠിക്കും. സോ അപ്പോൾ എനി മെത്തേഡ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നു. കോമ്പാക്ട് ചെയ്തതിന് ശേഷമുള്ള ഇമേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ വോളിയം റെഡ്യൂസ് ആയി അല്ലേ, അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഫസ്റ്റ് ഇരിക്കുന്ന 3 ഫേസ് ഡയഗ്രാം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കോമ്പാക്റ്റഡ് സോയിലിൻ്റെ ഹൈറ്റ് കുറച്ചാണ് വരച്ചേക്കുന്നത് അല്ലേ. അപ്പം അവിടെ വോളിയം റെഡ്യൂസ് ചെയ്തു, ഡെൻസിറ്റി കൂടി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം അവിടെ ആ വോളിയം റെഡ്യൂസ് ആയത് എന്താണ്? എയർ ആണ് പുറത്തേക്ക് പോയേക്കുന്നത്. അപ്പം എയറിനെയാണ് എക്സ്പെൽ ഔട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് അതേ ഫിഗർ തന്നെയാണ്. നമ്മളൊരു സിലിണ്ടർ എടുത്തു, അല്ലെങ്കിൽ ഒരു ബീക്കർ എടുത്തു, ദെൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് സോയിൽ മാസ് എടുത്തിട്ടു. അപ്പം അതിൻ്റെ അകത്ത് വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. വാട്ടർ മീൻസ് വാട്ടർ കണ്ടന്റ് മീൻസ് ചെറിയ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. അപ്പം വാട്ടർ എയറും ഉണ്ട്. എന്നിട്ട് നമ്മൾ കോമ്പാക്ട് ചെയ്തു. കോമ്പാക്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ആ വോയിഡ് സ്പേസിലുള്ള എയർ റിമൂവ് ചെയ്തിട്ട് നമുക്കത് കോമ്പാക്റ്റഡ് ആയി കിട്ടും, കുറച്ചുകൂടെ തിക്ലി പാക്ഡ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ മാസിന് ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല, പക്ഷേ അതിൻ്റെ വോളിയമാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ വോളിയം റെഡ്യൂസ് ആവുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഡെൻസിറ്റി കൂടും. സോ ഈ പ്രോസസ്സാണ് കോമ്പാക്ഷൻ. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പാക്ഷൻ ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു കോമ്പാക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നെസസിറ്റി, ആവശ്യകത എന്താണെന്നുള്ളതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ടു ഇൻക്രീസ് ദ ഷിയർ സ്ട്രെങ്ത്. ഒരു ഷിയർ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുമ്പം ബിയറിംഗ് കപ്പാസിറ്റി, ഒരു സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ ബിയറിംഗ് കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ കൊടുക്കുന്ന ലോഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രൗണ്ടിലേക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ഏത് സ്ട്രക്ചറിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു സൂപ്പർ ഇമ്പോസ്ഡ് ലോഡിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റീനെയാണ് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ 2 പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ കോമ്പാക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ സെക്കൻഡ് വൺ ഈസ് ടു ഇൻക്രീസ് ദ സ്റ്റിഫ്നെസ്. അപ്പോൾ ഈ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പം ശരിക്കും അതിൻ്റെ ഒരു ഫുംനെസ് അല്ലെങ്കിൽ ഒരു ഹാർഡ്നെസ് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റിഫ്നെസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽമെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ വോയിഡ് റേഷ്യോ ഡിക്രീസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അറിയാവുന്ന സിമ്പിൾ കാര്യം. അതായത് കോമ്പാക്ട് ചെയ്യുമ്പം എയർ എക്സ്പെൽ ഔട്ട് ചെയ്യുന്ന അനുസരിച്ച് എന്ത് പറ്റും? തിക്ലി പാക്ക് ആവും. അപ്പോൾ വോയിഡ് റേഷ്യോ ഡിക്രീസ് ചെയ്യുന്ന അനുസരിച്ച് പെർമിയബിലിറ്റിയും നമുക്ക് ഡിക്രീസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇത് 3 നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. So next is factors affecting compaction, and the factors are first one, നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് ദ സോയിൽ. അതായത് നമ്മൾ എടുക്കുന്ന സോയിൽ, അതായത് നമ്മളൊരു കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഒരു ഫീൽഡ്, നമ്മൾ എവിടെയാണോ കൺസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത് ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഫീൽഡിലെ ആ സോയിലിൻ്റെ നേച്ചർ,
അത് ഏത് ടൈപ്പ്, അവിടുത്തെ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ, പെർഫോമൻസ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് സാൻഡ്, ക്ലേ. ഇപ്പോൾ സാൻഡ് ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ക്ലേ ആണെങ്കിൽ എന്താണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ഗ്രേഡിങ്, പ്ലാസ്റ്റിസിറ്റി, ഗ്രേഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൈസാണ്, പാർട്ടിക്കിളിൻ്റെ സൈസ്. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി നിങ്ങൾക്ക് അറിയാം, നമുക്കത് മോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റിൻ്റെ പ്രസൻസ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് വാട്ടർ കണ്ടൻറ്റ്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് കോമ്പാക്ഷൻ. ഓക്കെ, അത് ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും അല്ലേ. ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെറുതായിട്ടൊരു പിറ്റ് എടുക്കുമ്പം തന്നെ അവിടെ നനഞ്ഞ കുറച്ച് നല്ല മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള സോയിൽ കിട്ടും. ചിലയിടത്താണെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള സോയിൽ സാമ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു കോമ്പാക്ഷൻ എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു കോമ്പാക്ട്നെസ് എന്ന് പറയുന്നത്. ദെൻ കോമ്പാക്റ്റീവ് എഫേർട്ട് എന്ന് പറയുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് കോമ്പാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ അപ്പം ഈ ഒരു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആ ഒരു ഫീൽഡിൻ്റെ കണ്ടീഷൻസ് ആണ്. അതായത് അവിടുത്തെ സോയിൽ ഏത് ടൈപ്പാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. സെക്കൻഡ് വൺ water content at the time of compaction. Third one, compactive effort. The next is methods of compaction. ഈ methods of compaction എന്ന് പറയുമ്പോൾ ഫീൽഡ് മെത്തേഡ്സ് ഉണ്ട്. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന ടൈം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വല്ല ഗ്രൗണ്ട്, നമ്മൾ സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ട് ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ വല്ല ഓഡിറ്റോറിയംസ് സെറ്റ് ചെയ്യുമ്പോഴോ, അങ്ങനെ എന്തെങ്കിലും വലിയ വലിയ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും, പിന്നെ ചെറിയ കൺസ്ട്രക്ഷൻ, റെസിഡൻഷ്യൽ ബിൽഡിങ്, ചെറിയ കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നതാണ് ഫീൽഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോഡിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേനും അതാണ് ആ ഒരു ഫീൽഡ് മെത്തേഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലബോറട്ടറി മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് GT ലാബിൽ നമ്മൾ ചെയ്യുന്നത്, ചെറിയൊരു സാമ്പിൾ എടുത്ത് കൊണ്ടുവന്ന് ചെയ്യുന്നതാണ് ലബോറട്ടറി മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലബോറട്ടറി മെത്തേഡ്സ് 2 ടൈപ്പ് ആണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് പ്രോക്ടർ ടെസ്റ്റും, സെക്കൻഡ് വൺ മോഡിഫൈഡ് പ്രോക്ടർ ടെസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് GT ലാബിൽ ചെയ്യാനുണ്ട്. ദെൻ ഫീൽഡ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കോമൺ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തന്നെ ആയിരിക്കും അല്ലേ, പേവ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കോമ്പാക്ട് ചെയ്യുന്ന മെത്തേഡ് കണ്ടിട്ടുണ്ടാവും. സോ അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സ്മൂത്ത് വീൽഡ് റോളർ. ശരിക്കും ആ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആ കോമ്പാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഓരോ മെത്തേഡ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സ്മൂത്ത് വീൽഡ് റോളർ, സെക്കൻഡ് വൺ ഗ്രിഡ് റോളർ, third one sheep foot roller, then pneumatic tired roller, vibrating plate, power rammer. സോ നമുക്കിനി ആ ഒരു ഫീൽഡ് മെത്തേഡ്സ് ഓഫ് കോമ്പാക്ഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ സ്മൂത്ത് വീൽഡ് റോളർ. അപ്പോൾ ഈ ഒരു റോളർ ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. നമ്മൾ പേസ്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷനും ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ പിച്ചൊക്കെ റെഡിയാക്കുന്ന ടൈമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു വീലിൻ്റെ സെക്ഷൻ നോക്കിയാൽ മതി, സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ അതിനെ സ്മൂത്ത് വീൽഡ് റോളർ എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 to 20 ടൺ ആണ്. 1 ടൺ എന്ന് പറയുമ്പോഴത്തേനും 1000 kg ആണ്. അപ്പം അതിൻ്റെ ഒരു വെയിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 to 20 ടൺസ്. ആൻഡ് ഈ ടൈപ്പ് റോളർ ഏതൊക്കെ സോയിൽ സാമ്പിളിനാണ് സ്യൂട്ടബിൾ എന്നും ഏതിനൊക്കെയാണ് അൺസ്യൂട്ടബിൾ എന്നും കൊടുത്തിട്ടുണ്ട്. ശരിക്കും വെൽ ഗ്രേഡഡ് സാൻഡിനും ഗ്രാവൽസിനും ക്ലേയ്ക്ക് ലോ പ്ലാസ്റ്റിസിറ്റി ഉള്ള ക്ലേയ്ക്കൊക്കെയാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ യൂണിഫോം സാൻഡിനും സിൽറ്റി സാൻഡിനും സോഫ്റ്റ് ക്ലേസിനൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല. സോ ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്രിഡ് റോളർ. ഇപ്പം ഗ്രിഡ് റോളർ എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും അതിൻ്റെ ടയേഴ്സിൻ്റെ മേലെ കൂടെ ഗ്രിഡ്സ് കൊടുത്തിട്ടുണ്ട്. മെറ്റാലിക് വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്. അതായത് 30 to 50 mm ഡയമീറ്റർ ഉള്ള മെറ്റാലിക് വയേഴ്സ് യൂസ് ചെയ്തിട്ട് 90 to 100 mm സ്പേസസ് കൊടുത്തിട്ട് ഗ്രിഡ് ഫോം ചെയ്തേക്കാണ്. അപ്പം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 to 12 ടൺസ് ആണ്. ദെൻ ഇതിൻ്റെ സ്യൂട്ടബിൾ ആ ഒരു കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഏതൊക്കെ ടൈപ്പ് സോയിലിനാണ് കോമ്പാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വെൽ ഗ്രേഡഡ് സാൻഡ്,
soft rock, then stony soil with fine fractions, and is unsuitable for uniform sand, silty sand, very soft clays. അപ്പോൾ ആ ഫിഗർ നോക്കിയാൽ മതി. ദെൻ നെക്സ്റ്റ് ഇസ് ഷീപ്പ് ഫുട്ട് റോളർ. അതും നിങ്ങൾ ആ ഒരു ഫിഗർ നോക്കുക. ഇതിനെ നമ്മൾ ടാമ്പിംഗ് റോളർ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ടാമ്പിംഗ് റോളർ. ദെൻ ഇതിൻ്റെ ആ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു വീലിൻ്റെ സെക്ഷനിൽ കുറച്ച് പ്രൊജക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഷീപ്പിൻ്റെ ഫൂട്ടിനെ റിസംബിൾ ചെയ്യുന്ന പോലത്തെ പ്രൊജക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഷീപ്പ് ഫൂട്ട് റോളർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ വെയിറ്റ് 5 to 8 tons ആണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഫൈൻ ഗ്രൈൻഡ് സോയിൽസ് ആൻഡ് അൺസ്യൂട്ടബിൾ ഫോർ വെരി കോഴ്സ് സോയിൽ യൂണിഫോം ഗ്രാവൽസ്. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് ന്യൂമാറ്റിക് ടയേർഡ് റോളർ. ഈ ന്യൂമാറ്റിക് ടയേർഡ് റോളേഴ്സും നമ്മൾ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ചില ഫീൽഡ് കുറച്ച് മാർഷി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സോയിൽ കൺസ്ട്രക്ഷന് മുമ്പിട്ട് സോയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോളറാണ് ഈ ന്യൂമാറ്റിക് ടയേർഡ് റോളേഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഫുൾ വിഡ്ത്തിൽ ടയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4 ടയേഴ്സാണ് ഫുൾ വിഡ്ത്തിലും ടയേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പം ഈ ടയേഴ്സ് ശരിക്കും ന്യൂമാറ്റിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റ് കുറവാണ്. അപ്പോൾ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 12 to 40 tons അതിൻ്റെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡെഡ് ലോഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ മോസ്റ്റ് കോഴ്സ് ആൻഡ് ഫൈൻ സോയിൽസ് and is unsuitable for very soft clay, highly variable soils. So then next is vibrating plate. അപ്പോൾ വൈബ്രേറ്റിംഗ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറിയ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് ഗൈഡഡ് ആണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഒരുപാട് വലിയ യൂസ് ഒന്നുമില്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസസ് ഒന്നുമില്ല. കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ, അതായത് ഇപ്പം നമ്മുടെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ യാർഡ് ഇൻ്റർലോക്ക് ചെയ്യുന്നതിനൊക്കെ മുമ്പിട്ട് അവിടുത്തെ ഒരു യാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. And is suitable for most soils with low to moderate fine content, then unsuitable for large volume work, wet clay soils. The next last one is power rammer. And ഇതിനെ നമുക്ക് ട്രെഞ്ച് ടാമ്പർ എന്ന് വിളിക്കാം. ആ വേർഡ് മീനിങ് ട്രെഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. സോ ഇതിനെ ട്രെഞ്ച് ടാമ്പർ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇതും ഹാൻഡ് ഗൈഡഡ് ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഹാൻഡ് ഗൈഡഡ് ആണ്. ആൻഡ് സ്യൂട്ടബിൾ ഫോർ ട്രെഞ്ച് ബാക്ക് ഫിൽ വർക്ക് ഇൻ കൺഫൈൻഡ് ഏരിയാസ് ആൻഡ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ ലാർജ് വോള്യൂം ഓഫ് വർക്ക്. അതായത് വൈബ്രേറ്റിംഗ് പ്ലേറ്റും പവർ റാമറും ഒരുപാട് വലിയ വർക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. ഇപ്പം പവർ റാമർ എന്ന് പറയുമ്പം എടുത്തിട്ട മണ്ണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പിറ്റ് ഉണ്ടായിരുന്നു, ആ പിറ്റ് നമ്മൾ ഫില്ലപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണം, വാട്ടർ ടാങ്ക് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ബേസ്മെൻ്റ് ഒക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് എർത്ത് ഫില്ല് ചെയ്തു, ദെൻ അവിടെയൊക്കെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പവർ റാമർ യൂസ് ചെയ്യുന്നത്. ഓക്കെ.